friends, welcome back to Viniz World. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു എളുപ്പത്തിലുള്ളൊരു സ്നാക്കാണ്. അതിനായിട്ട് 2 പഴം ഒരു മിക്സഡ് ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ആക്കിയാൽ മാത്രമേ എൻ്റെ അപ്ലോഡ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. നമ്മൾ ഏത്തപ്പഴമാണ് എടുത്തേക്കണത്, നന്നായിട്ട് പഴുത്ത പഴമാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ അതിന് ഓൾറെഡി ഒരു മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മളിതൊന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു നോർമലായിട്ടുള്ള ഒരു മധുരമാണ്, ഒരു അധികം കൂടുതലൊന്നുമില്ല, ജസ്റ്റ് അത്യാവശ്യത്തിനുള്ള മധുരം മാത്രം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിതൊന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടിച്ചുകൊണ്ട് വന്നതിന് ശേഷം 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കയുടെ തൊലി പൊളിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ വെള്ളം ഒഴിക്കണത് വലിയ പ്രശ്നമില്ല, ഇത് റവ ആയതുകൊണ്ട് പൊലിച്ച് വരുമല്ലോ. ഇതിപ്പോൾ നമ്മൾ വീണ്ടും അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെച്ചേക്കുവാണ്. അതിൽ നമ്മൾ ഉപ്പിടാൻ മറന്നിട്ടുണ്ട്, അപ്പോൾ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ സമയം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു കേക്ക് ഉണ്ടാക്കാൻ പോയതുകൊണ്ട് അത്രയും സമയം ഞാൻ വെച്ചായിരുന്നു. ഇനിയൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കൊണ്ട് കുറേശ്ശെ ബാറ്റർ കോരി ഒഴിച്ച് കൊടുക്കാം. 6 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു സൈഡായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇത് ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം മാത്രം കരിഞ്ഞു പോവും, ഉള്ളിൽ വേകാതെ ഇരിക്കും. പുറം മാത്രം കളറിങ്ങനെ മാറി വരും. നമുക്കൊരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ ആണ് വേണ്ടത്. അതുവരെ നമ്മളിത് തിരിച്ചു മറിച്ചോട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമ്മളിത് എടുക്കുക കേട്ടോ. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പഴമിട്ട് ഉണ്ടംപൊരി ഉണ്ടാക്കില്ലേ, ആ ഒരു ടേസ്റ്റായിരുന്നു. ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.